ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗേറ്റ്. നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ ഇന്നലെ പിന്നാന്നൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പിന്നാലും വലിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെടികൾക്കൊക്കെ നല്ല സന്തോഷമായി. ഭയങ്കര ചൂടായിരുന്നല്ലോ. അപ്പോൾ എല്ലാ ചെടികൾക്കും നല്ല വെള്ളം ഇഷ്ടംപോലെ കിട്ടി, സന്തോഷമായി. നമ്മളൊരു പൂച്ചയുണ്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. നല്ല മീനോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു. മീൻ വാങ്ങിയിട്ടുണ്ട്. അതിലെയാണ് മീൻ. പിന്നെ നമ്മളുടെ ബബിളും ഉണ്ട് ഇവിടെ. ബബിളും ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആരെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ഓടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നുണ്ട്. അച്ഛൻ ഇവിടെ കിടന്ന് മൊബൈൽ നോക്കുന്നുണ്ട്. അച്ഛന് ചെറിയ ക്ഷീണം പോലെ എന്തോ വയറ്റിൽ ഇത്ര സുഖമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ട്. സുജ ചായ വെക്കുന്നുണ്ട്. ചായ റെഡിയായിരുന്നു. അച്ഛന് കട്ടൻ ചായ മതി, പാല് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ചായ. അത് ലേശ ചായ, ഞാനൊക്കെ കുറച്ച് ചായ കുടിക്കാറുള്ളൂ. സുജിയൊക്കെ നിറച്ചും കുടിക്കും കപ്പിൽ. ഞാനൊക്കെ ഒരു 1/4 കപ്പ് 1/2 കപ്പേ കുടിക്കുള്ളൂ. നല്ല പച്ചമാങ്ങ കിട്ടിയിരുന്നു, അടിപൊളി പച്ചമാങ്ങ. അപ്പോൾ അതിനെക്കൊണ്ട് കുറച്ച് കടുമാങ്ങ ഉണ്ടാക്കി തന്നിട്ട്. കടുമാങ്ങ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. കടുമാങ്ങ നല്ല ടേസ്റ്റ് തന്നെയല്ലേ. മാങ്ങ ചമ്മന്തി, കടുമാങ്ങ, അതൊക്കെ ഇവിടുത്തെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് മീൻ കറി, അയിലയാണ്. ഇനി മീൻ വറക്കാനുണ്ട്, അത് പിന്നെ കുറച്ച് കഴിഞ്ഞാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മീൻ കറി ഇവിടെ അടച്ചു വെക്കാം. ചെറിയ ചട്ടിയിൽ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഞ്ഞിവെള്ളം സാധാരണ കുടിക്കാറില്ല തന്നെ. കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചാൽ നമുക്ക് തടി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇന്നിപ്പം അച്ഛന് വയറ്റിൽ എത്ര സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഓർഡർ ചെയ്ത് 2 വലിയ വാട്ടർമെലൺ ബത്തക്ക വാങ്ങി വെച്ചിട്ടുണ്ട്, തണ്ണിമത്തൻ. ഇപ്പം ഞാൻ ഇന്ന് അവരോടൊക്കെ പറഞ്ഞു, കുട്ടികളോടൊക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കുറച്ചിട്ട് എല്ലാവരും ബത്തക്ക തന്നെ ഇഷ്ടം പോലെ തിന്നോളൂ. കാരണം ഒരു തണ്ണിമത്തനും കൂടി ഉണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. അതും കഴിക്കണം, ഇതും കഴിക്കണം. അപ്പോൾ ചൂടുകാലല്ലേ, അപ്പോൾ എത്ര കഴിച്ചാലും നമുക്ക് സന്തോഷമാണ്. നല്ല മധുരം, നല്ല ഇതാണ് കിട്ടുന്നത്. ഇപ്പോൾ ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട്. ചായയുടെ കൂടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ്, പണ്ട് മുതൽ ഫേമസ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് മാരിഗോൾഡ് എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അതായത് മധുരം മാത്രമുള്ളത്. അത് കണ്ടപ്പം ഇവൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. ചായ കുടിക്കുന്നുണ്ടോ? ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ ടോസ്റ്റോ എന്തെങ്കിലും സ്നാക്സോ കഴിക്കുകയാണെങ്കിൽ ഇവൻ എണീറ്റ് ഓടി വരും. അങ്ങനെ കാരണം അവന് ബിസ്ക്കറ്റ് പറഞ്ഞു. പക്ഷെ അവർക്ക് അങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല. ബിസ്ക്കറ്റ് എന്നല്ല, അങ്ങനത്തെ നമ്മളുടെ സ്നാക്സ് ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ. അവർക്ക് അവരുടേതായ ബിസ്ക്കറ്റ് ഉണ്ട്. അത് അവന് നമ്മൾ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിടയ്ക്ക് അവന് കൊടുക്കും ചില സമയത്തൊക്കെ. ഇപ്പം ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ പിന്നെ അവൻ ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമമായതുകൊണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വിഷമം കണ്ടിട്ടില്ല. അവനെ അവനെ സന്തോഷിപ്പിക്കാനും എന്നാൽ അവന് ദോഷം വരുതല്ലോ എന്ന് വെച്ചിട്ടില്ല, ചെറിയൊരു പൊടി പോലെ അവന് കൊടുക്കും. ഇതാണ് അവന് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. അപ്പം അവനത് മതി. അത് കൊടുത്തേക്ക് പാവം കണ്ടോ, വലിയ സന്തോഷത്തോടെ ഞാൻ കഴിക്കുന്നത്. ഞാനും കഴിച്ചു എന്നുള്ളതിൽ. നമ്മൾ ചായ ഇഞ്ചി ഇട്ട ചായയാണ് ഞങ്ങളെപ്പോഴും ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ്. അങ്ങനെ ശീലിച്ച് അതാണിപ്പോൾ ഇഷ്ടം. ഇത് ചിക്കുവാണ് കേട്ടോ, നമ്മൾ സപ്പോർട്ടാന്നും പറയും. ഇത് വാങ്ങിയപ്പോൾ കുറച്ച് പച്ചയായിരുന്നു. അതായത് ഇപ്പോഴും പച്ച തന്നെയാണ്, അത്ര പഴുത്തിട്ടില്ല. ഇതൊരു മാങ്ങയാണ്. ഇത് പക്ഷേ വലിയ ടേസ്റ്റിലായിരുന്നു വാങ്ങിയപ്പം. ഒരു മധുരം പോരാ. ഇത് പഴം. ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ വാങ്ങുന്നത്. കിസാൻ കണക്ട് എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ആപ്പിൽ കൂടിയാണ് നമ്മൾ ഇതൊക്കെ വാങ്ങുന്നത്. അപ്പം എനിക്ക് ഇനിയും ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കുട്ടി. അപ്പോൾ ഞാനും ചായ കുടിക്കട്ടെ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ചായ കുടി വ്ളോഗാണിത്. സുജ